ഇപ്പൊ ഒരു എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഇത്രയും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും ആരും ഇടപെട്ടിട്ടില്ല. അച്ഛൻ MLA ആയിരുന്നെങ്കിൽ ഗിരി ഇപ്പൊ ഇവിടെ എത്തിയനെ. മോള് വിഷമിക്കാതെ, പാർട്ടി ഇടപെടുന്നുണ്ട്. ദേവി അങ്ങോട്ട് പോയിട്ടുണ്ട്. ദേവികയായിട്ടാ എല്ലാം തുടങ്ങിയത്. അവളല്ലേ ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്. പക്ഷെ അവസാനം എനിക്ക് അവളുടെ കാല് പിടിക്കേണ്ടി വന്നു. അച്ഛ, എനിക്ക് നല്ല സംശയമുണ്ട് അവൾ അഭിനയിച്ചതാണോന്ന്. മോളെന്താ ഈ പറയുന്നേ? അവള് KK നായരുടെ ഭാഗത്തല്ലേ. പ്ലാന്റിനെതിരെ സമരം ചെയ്തതിന്റെ ദേഷ്യം അവൾക്ക് ചിലപ്പോ ഉണ്ടാവും. അവളും കൂടെ അറിഞ്ഞിട്ടായിരിക്കും ഗിരി ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത്. അതൊന്നും ദേവിക ചെയ്യില്ല. പക്ഷെ സർ, എന്തായാലും എന്റെ മോനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. ഉറപ്പായിട്ടും ഞാൻ മന്ത്രിയെ വിളിച്ച് പറയാം. ഇത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മോളെ, പൊതുപ്രവർത്തനവുമായി രംഗത്ത് നിൽക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റൂ. എത്രയോ പ്രാവശ്യം ഇതേ സാഹചര്യം ഞാനും നേരിട്ടിട്ടില്ലേ? സമാധാനിക്ക്. എന്നാൽ അവൾ എന്തിനാ പ്ലാനിന് അനുമതി കൊടുത്തേ? മുരളേട്ടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ശരി, നയത്തിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി. അത്രേ ഉള്ളൂ. നമസ്കാരം MLA. നമസ്കാരം സാർ. എന്നെ കാണാൻ എന്തിനാ MLA ഇങ്ങോട്ട് വന്നേ? വിളിച്ചപ്പോ പറഞ്ഞല്ലേ ഞാൻ ഓഫീസിൽ അങ്ങോട്ട് വരാന്ന്. ഞാൻ ഓഫീസിലില്ലായിരുന്നു. മാത്രല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാറിനെ കാണേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാ സാറിനെ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത്. സാറിന് ബുദ്ധിമുട്ടായോ? നല്ല ചോദ്യം. ഞങ്ങളുടെ മണ്ഡലത്തിലെ MLA ഞങ്ങളുടെ അഭിമാനമാ. ആ MLAക്ക് വേണ്ടി കുറച്ചു നേരം വഴി കാത്തിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, എന്റെ പ്ലാന്റിന് അനുമതി എന്ന ആളുകൂടെയല്ലേ. MLAക്ക് വേണ്ടി എത്ര സമയം എവിടെ വേണേലും ഞാൻ കാത്തിക്കും. മേഡം, കാര്യം പറഞ്ഞാട്ടെ. ഗിരീഷേട്ടന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. ഗിരീഷോ? ഓ, നമ്മുടെ ഗിരീഷ് മാഷ്. അതിനു വേണ്ടിട്ടാണോ പെട്രോളും കത്തിച്ച് എന്നെ കാണാൻ വന്നത്? എന്റെ MLA, ഗിരീഷിന്റെ കാര്യത്തിൽ മാഡം ആവശ്യപ്പെടാതെ തന്നെ വേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട്. MLA അപ്രൂവൽ കൊടുത്ത പ്ലാന്റ് അവൻ അടച്ചു പൂട്ടണമെന്നു. അതപ്പോ അവൻ MLAയും കൂടി എതിർക്കുകയും അപമാനിക്കുകയും കൂടി ചെയ്യല്ലേ അല്ലേ? അവനെ അകത്താക്കിയിട്ടുണ്ട്. MLA ധൈര്യമായിട്ടിരിക്കേ. FIR ഇട്ട് അവനെ റിമാൻഡ് ചെയ്യും. സബ് ജയിലിൽ കൊണ്ടുപോകുമ്പോ ഇടിച്ചു പരത്താനായിട്ട് അവിടെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. MLA സമാധാനമായിട്ടിരിക്കേ. സാറിനെ കളിയാക്കിയാണോ സംസാരിക്കുന്നൊന്നും അറിയില്ല. അയ്യോ, കളിയാക്കുന്നോന്നു? MLA എന്താ ഈ പറയുന്നേ? സാർ, ഗിരീഷേട്ടനെ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. ഗിരീഷേട്ടനെതിരെയുള്ള പരാതി സാർ പിൻവലിക്കണം. ഗിരീഷിനെ വിട്ടയക്കണമെന്നോ? MLA സ്വഭാവത്തോടെ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ സ്ഥാപനം അടച്ചു പൂട്ടാൻ വേണ്ടി ജനങ്ങളെ ഇളക്കി വിട്ട് കലാപശ്രമം നടത്തുക, പിന്നെ ഉടമയെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിയെ വിട്ടയക്കണമെന്നാണോ MLA പറയുന്നേ? നായർ സർ, ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് ഗിരീഷേട്ടന്റെ ഭാഗത്തുനിന്നും സാറിനെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നാ. സാറിന്റെ ഭീഷണി അവഹേളനവും സഹിക്കാൻ പറ്റാതെ ആ സംഘത്തിലുള്ള ഒരാളുമായി. മതി 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 മതി, നിർത്ത് നിർത്ത് നിർത്ത്. ബന്ധുക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയേ വേറെ കഥയൊന്നും ഉണ്ടാക്കണ്ട. ഈ കേസ് ഞാൻ വലുതാക്കാൻ പോവാ. സത്യത്തിൽ അങ്ങനെ ഒരു തല്ലിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്.
ആ തല്ലുണ്ടല്ലോ ഗിരീഷിനെ അടിക്കാനുള്ള വടിയ. അവനിനി പുറലോകം കാണില്ല. ജയില ഇനി അവന്റെ വീട്. സർ പ്ലീസ്, എന്റെ ഒരു അപേക്ഷയാ, ഒന്ന് പരിഗണിക്കണം. എന്റെ അപേക്ഷ പരിഗണിക്കാൻ എത്ര കാലമാ എന്നെ MLA പുറകെ നടത്തിച്ചത്. എന്നിട്ടിപ്പോ ഇങ്ങോട്ട് തന്ന അപേക്ഷ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ സാധിച്ചു തരണമല്ലേ? സർ സൗകര്യപ്പെടില്ലേ MLA? അത് വിട്ടേക്ക്. ഗിരി, ആ ഉണക്ക വാദ്യാര് ഈ KK നായരോട് മുട്ടുന്നോ? ഞാൻ അവന്റെ വീട്ടിൽ പോയതാ. കാല് പിടിക്കും പോലെ പറഞ്ഞതാ, എന്തു വേണേലും ചെയ്യാം, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പോ അവൻ വലിയ സാമൂഹ്യ സ്നേഹിയായി, വലിയ പ്രകൃതി സംരക്ഷകൻ. ഇപ്പോ പ്രകൃതി അവനെ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. സർ പ്ലീസ്, ഗിരീഷേട്ടൻ സാറിനെതിരെ അല്ല സമരം നടത്തുന്നേ. സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള സമരമാ. സത്യത്തിൽ ആ പ്ലാന്റ് നാടിന് തന്നെ ദോഷം ചെയ്യുന്ന സ്ഥാപനോ. നിർത്താമല്ലേ? MLA എന്നെ പറഞ്ഞോ, ഞാൻ സഹിക്കും. പക്ഷേ എന്റെ പ്ലാന്റിനെ പറഞ്ഞുണ്ടല്ലോ, എനിക്കറിയാം എന്തോ സമ്മർദ്ദത്തിന്റെ പുറത്താ MLA എന്റെ പ്ലാന്റിന് പെർമിഷൻ തന്നതെന്ന്. കൃത്യമായ ഒരു അവസരം വന്ന പ്ലാന്റ് അടച്ചുപൂട്ടാൻ MLA ഇടപെടുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഗിരീഷിനെ പൊക്കിയതേ MLAക്കും കൂടെയുള്ള ഒരു മുന്നറിയിപ്പാ. പ്ലാന്റിനെതിരായി നിന്നോ തുറന്നു പറയാം, MLA ഞാൻ പൂട്ടും. കോടികൾ മുടക്കിയിട്ടാ ആ പ്ലാന്റ് തുടങ്ങാനുള്ള അനുമതി ഞാൻ നേടിയത്. MLA അടക്കം എല്ലാത്തിനും ഞാൻ പിടുത്തും. വലിയ ആദർശവാദിയായ MLA സ്വന്തം കുടുംബത്തിലെ ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ ഒരു ഉളുപ്പില്ലാതെ ഇറങ്ങിയിരിക്കുക. ഞാനേ പത്രക്കാരെ അറിയിച്ചോണ്ടല്ലോ, കസേര പോവും, കസേര. ഗുണ്ടകളെയും കുറ്റവാളികളെയും വിട്ടയക്കൊന്നും പറഞ്ഞ് MLA ഇറങ്ങിയ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കുമെന്ന്? സർ പ്ലീസ്. MLA പാടുവെക്കി പോയേ. അവനെ ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ, കൊടുക്കാനേ ഇപ്പോഴാ പറ്റിയത്. MLA പച്ച മലയാളത്തിൽ പറയാം, ചത്താലും ഞാൻ പരാതി പിൻവലിക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇങ്ങനെ കണ്ടത് ഈ സന്തോഷമല്ല, സങ്കടമാ, സങ്കടം. ശുപാർശയായിട്ടൊരു MLA വന്നിരിക്കുന്നു. സർ ഞാനൊന്ന് പറയട്ടെ. പിന്നെ MLAക്ക് കാശുവല്ലം വേണോ? പറ, എത്ര വേണേലും തരാം. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് എനിക്ക് സഹായങ്ങൾ കിട്ടണം. അപ്പൊ ശരി, MLA വീട്ടുകാരോട് പറ ജയിലിലെ വിസിറ്റിംഗ് സമയമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ. ഇനി നിങ്ങൾക്ക് ശരിക്കും അവനെ അവിടെ കാണാൻ പറ്റും. എന്നാ പോട്ടെ. ഹലോ, രാധികയെ പ്രഭേ. ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നു. എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല രാധികെ. ദേവിക അങ്ങോട്ട് പോയിട്ടുണ്ട്. സിദ്ധുവും പാർട്ടിക്കാരെ കാണാൻ പോയിരിക്കുക. കേട്ടപ്പോ വലിയ വിഷമം തോന്നി. ദേവിക എന്തിനാണ് ആ ഫാക്ടറിക്ക് അനുവാദം കൊടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സിദ്ധാർത്ഥൻ സാറിനും ഗിരീഷിനും ഒക്കെ എതിർപ്പായിരുന്നില്ലേ? എന്നിട്ടും ദേവിക അങ്ങനെ ചെയ്തതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. ശാരിയുടെ കോളേജിലെ കൂട്ടുകാരൊക്കെ ദേവിയോടൊപ്പ ദേഷ്യത്തിലാ. എന്തിനാ അവളിത് ചെയ്തത്? ആരാ അവളെ ഈ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചതെന്ന് വല്ലതും അറിയോ? ഇല്ല, മന്ത്രിസഭയ്ക്കും അതിൽ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. എന്നുവെച്ച് സിദ്ധാർത്ഥൻ സാറ് പറയുന്നതിനപ്പുറം ചെയ്യാമോ? ഇതിന് പിന്നിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരാദ്യം അറസ്റ്റ് ചെയ്യണം. ഗിരീഷിനെ ഉടൻ വിടുവായിരിക്കുമല്ലേ? MLA പോയി പറഞ്ഞ വിടാതിരിക്കില്ലല്ലോ. പാവം ഗിരീഷ് എത്ര നല്ല ആളാ.
ആ KK നായരെ കള്ളക്കേസിലാ ഗിരീഷിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചെന്നാ കേൾക്കുന്നത്. ദുഷ്ടന്മാർക്ക് ഇപ്പൊ കാലമുള്ളൂ. ദേവിക വിളിക്കുന്നേം കാത്തിരിക്കുക ഞാൻ. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണേ എന്നുള്ള പ്രാർത്ഥനയിലോ. ഹാ, ദേവിക തന്നെ വേണം പുറത്തിറക്കാൻ. അവളല്ലേ അനുവാദം കൊടുത്തത്. അവളൊന്ന് ഓടട്ടെ. എന്തായാലും അവൾ എത്ര വലിയ കുഴപ്പക്കാരനാ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഹാ, എന്നാ ശരി പ്രഭേ, വിവരം അറിഞ്ഞപ്പോ വിളിച്ചതാ. രാധാകൃഷ്ണൻ, ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണം. എങ്ങനെ? ഗിരീഷും കൂട്ടരും നടത്തിയത് ഒരു രാഷ്ട്രീയ സമരമാണ്. നാടിനു വേണ്ടി അവരിറങ്ങിയത്. പോലീസ് അവരെ തല്ലിച്ചതയ്ക്കുക. വലിയ നീതിമാനും സത്യസന്ധനും ഒക്കെ ആയ സിദ്ധാർത്ഥൻ തന്നെയാണോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, സ്വന്തം കാര്യം വന്നപ്പോ നിയമമൊന്നും പ്രശ്നമല്ല അല്ലേ? രാധാകൃഷ്ണൻ, എന്റെ സിദ്ധാർത്ഥ, പോലീസ് കൃത്യമായ വകുപ്പിട്ട് ചാർജ് ചെയ്ത കേസാ. വ്യക്തമായ തെളിവുണ്ടവർക്ക്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സിദ്ധാർത്ഥനെ പോലെ ഒരു വലിയ നേതാവ് പോലീസിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നല്ല രീതിയല്ല. രാധാകൃഷ്ണ, ഞാൻ സത്യത്തിന് വേണ്ടിയല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നറിയാലോ. ഈ പ്ലാന്റ് കാരണം ഉണ്ടാകുന്ന ദോഷങ്ങൾ രാധാകൃഷ്ണനും അറിയാം. എങ്കിൽ പിന്നെ പ്ലാന്റിന് അനുമതി കൊടുക്കരുതായിരുന്നു. ദേവികയല്ലേ ഒപ്പിട്ടത്? സിദ്ധാർത്ഥന്റെ മരുമകളല്ലേ? ഈ പ്ലാന്റിന് പെർമിറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സ്വന്തം കുടുംബത്തിലുള്ളവരെ അനുസരിപ്പിക്കാൻ പറ്റുന്നില്ല, പിന്നെങ്ങനെ പോലീസിനെ സ്വാധീനിക്കും? സിദ്ധാർത്ഥൻ, ഈ പ്ലാന്റ് നാടിന് ആവശ്യമാണ്, പാർട്ടിക്കും താല്പര്യമാണ്. നാട്ടിലെ ഒരു സംരംഭത്തെ തുലയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്ന ക്ഷുദ്രശക്തികൾക്ക് സിദ്ധാർത്ഥൻ കൂട്ടുനിൽക്കരുത്. പ്ലാന്റിനെതിരെയുള്ള ഏത് സമരവും സർക്കാരിനും ജനങ്ങൾക്കും എതിരെയുള്ള സമരമാണ്. ആ നിലയ്ക്ക് വേണം നമ്മളതിനെ കാണാൻ. സിദ്ധാർത്ഥൻ പാർട്ടി വിരുദ്ധനാകരുത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരം പാർട്ടി വിരുദ്ധമാണെങ്കിൽ ഞാനത് പ്രശ്നമാക്കുന്നില്ല. എൻ്റെ മരുമകൾ പ്ലാനിന് അനുമതി നൽകിയെന്നുള്ളത് കൊണ്ട് ഞാനും അതിനെ അനുകൂലിക്കണമെന്ന് വാശി പിടിക്കരുത്. ദേവികയെ ആരൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. ദേവിക സ്വാധീനത്തിൽ വീണുപോയ MLA ആണെന്ന് സിദ്ധാർത്ഥന് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ MLAയുടെ രാജി ആവശ്യപ്പെടുക വേണ്ടത്. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ ഉത്തരം മുട്ടിക്കാൻ നോക്കുക രാധാകൃഷ്ണൻ ചെയ്യുന്നത്. ഒരു നല്ല പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അപേക്ഷ പരിഗണിക്കുമെങ്കിൽ പരിഗണിക്കാം. ഗിരീഷിനെയും കൂട്ടുകാരെയും വിട്ടയക്കാൻ നടപടി സ്വീകരിക്കണം. പാർട്ടി കഴിഞ്ഞ സൗഹൃദങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ സിദ്ധാർത്ഥൻ? ഞാനും അത് തന്നെയാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സിദ്ധാർത്ഥന് പിടികിട്ടിക്കാണുമല്ലോ. ഈ കേസിൽ ഇടപെടാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വിചിത്രമായിരിക്കുന്നു. MLA തന്നെ ഗിരിയെ ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നറിഞ്ഞു. പ്ലാന്റിന് അനുവാദം കൊടുത്ത ആൾ തന്നെ പ്രവർത്തനം മുടക്കുന്നവർക്ക് വേണ്ടിയും വാദിക്കുന്നു. എന്ത് പറ്റി സിദ്ധാർത്ഥ ചന്ദ്രോത്തുകാർക്ക്? കെവിനെ, ഏത് രീതിയിലാണെങ്കിലും ഗിരീഷേട്ടനെ പുറത്തിറക്കിയേ പറ്റൂ. എടാ, ഇതൊക്കെ സംഭവിച്ച ഞാൻ കാരണോ? അതിന്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. ഞാനാ ദേവിയെ കൊണ്ട് പ്ലാന്റിന് പെർമിഷൻ കൊടുപ്പിച്ചത്. അവിടുന്ന് എല്ലാം തുടങ്ങിയത്. അവിടുന്നല്ല എല്ലാം തുടങ്ങിയതേ നീ ഋഷിയെ ആക്രമിച്ചെടുത്തുന്ന, അവൻ മരിച്ചെടുത്തുന്ന. ആ കൊലപാതകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതേ ബെല്ലയാ. അവളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാ പ്ലാന്റിന് വേണ്ടി ദേവികയെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. നീ പറയുന്ന കേട്ടാ നിനക്കിതിലൊരു പങ്കുമില്ലെന്ന് തോന്നുമല്ലോ. എടാ, നീ അങ്ങനൊന്നും ചിന്തിച്ച് പോവാതെ കെവിനെ. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാ. പാവം ഗിരീഷേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എടാ, നീ ഒന്ന് സമാധാനപ്പെട്. നിന്റെ ഗിരീഷേട്ടൻ കാണിച്ചത് മഹാവൃത്തിയടാ. ഗവൺമെന്റ് അംഗീകാരം കൊടുത്ത സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെയാ തടയാൻ ശ്രമിച്ചത്. അതിന്റെ ഉടമയെ കൈയേറ്റവും ചെയ്തു. ഏയ് ഇല്ല, ഗിരീഷേട്ടൻ അയാളെ ആക്രമിച്ചിട്ടൊന്നുമില്ല.
KK നായർ കള്ളക്കേസ് കൊടുത്തിരിക്കുക. എന്തായാലും ശരി, ഗിരീഷ് എണ്ണും കൂട്ടരും കമ്പനി വളയാൻ പോയോ? ഒന്നും അല്ലെങ്കിൽ ദേവിക അനുമതി കൊടുത്ത പ്ലാന്റ് അല്ലേ? അതെങ്കിലും അയാൾ ആലോചിക്കണ്ടേ? ദേവി എങ്ങനെ അനുവാദം കൊടുത്തെന്ന് നമുക്കറിയാലോ ഗവനെ. അതുകൊണ്ട് നമുക്ക് അത് വിടാം. എങ്ങനെയെങ്കിലും ഗിരീഷ് ഏട്ടനെ പുറത്തിറക്കണം. ഗിരീഷ് ഏട്ടനെ രക്ഷിക്കാൻ ഒരാക്കേ കഴിയും. ആർക്കാണെന്നറിയോ? അറിയാം, ബെല്ലയ്ക്ക്. ഒരു കാര്യം ചെയ്, നീ ഇസബെല്ലെ വിളി, കാര്യം പറ. അല്ല, ഞാൻ ബെല്ലെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഗിരീഷ് ഏട്ടനെ പുറത്തിറക്കിയെന്ന് ദേവി അറിഞ്ഞ. അത് ശരി. അവിടെ നിനക്ക് നിന്റെ ദേവികയെ കുറിച്ച് മാത്രമേ ഉള്ളൂ അല്ലടാ ചിന്ത. പാവ ഇസബെല്ല എല്ലാം ചെയ്തു തരണം. ഇസബെല്ലയ്ക്ക് ഒരു പരിഗണന അംഗീകാരവും കൊടുക്കാനും പാടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ദേവികയെ വിളിച്ചു പറ. MLA അല്ലേ, നിന്റെ ഭാര്യയല്ലേ, ദേവിക ഇറക്കട്ടെ ഗിരീഷ് ഏട്ടനെ. അത് അതിന് ബുദ്ധിമുട്ടാണല്ലേ? ഇസബെല്ലമ്മ പാവം, ഒരു മണ്ടി. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ ഉടനെ ചാടി അങ്ങ് പുറപ്പെടും. എടാ നന്ദ, ഞാൻ എൻ്റെ ഒരു തോന്നൽ പറയട്ടെ. എന്താ? നമ്മൾ ആരും പറയാതെ തന്നെ ബെല്ല ഈ കേസിൽ ഇടപെടും. നിന്റെ അളിനെ പുറത്തിറക്കുകയും ചെയ്യും. ഗിരീഷ് ഏട്ടന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ബെല്ല ഇടപെടും. എടാ, നീ എന്ന് വെച്ചാൽ ജീവനടാ അവക്ക്. നിന്റെ കാലിലൊരു മുള്ളു കൊണ്ട് അവൾ സഹിക്കില്ല. നിന്റെ മനസ്സൊന്ന് കലങ്ങിയാ പിന്നെ അവൾ ഉറങ്ങില്ല. കോളേജ് കാലം മുതൽ അവളുടെ ചിന്തയിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, നന്ദൻ. ഞാനവളെ വിളിക്കാം, പക്ഷേ വിളിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവളുടെ ആവശ്യമായിട്ട് കണ്ട് അവൾ ഇതിൽ ഇടപെട്ടിരിക്കും. പ്ലാന്റിന് അനുമതി കൊടുത്തതില് ദേവികയ്ക്കുള്ള കുറ്റബോധം മാറ്റാനുള്ള അവസരം ഇപ്പൊ കൈവന്നിരിക്കുന്നത്. ഈ കേസിൽ ദേവിക ഇടപെടണം, ഗിരീഷിനെ പുറത്തിറക്കണം. ദേവിക ഒന്നുകൂടി സ്റ്റേഷനിൽ പോയി CIയെ കാണണം. എനിക്കറിയാം ദേവികയ്ക്ക് പ്ലാന്റിന് പെർമിഷൻ കൊടുക്കേണ്ടി വന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന്. ആ വിഷയത്തിൽ യൂത്തിന്റെ ഇടയിൽ പൊതുവെയും പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ പ്രത്യേകിച്ചും ദേവികയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേവിക ഇപ്പോ സമരക്കാർക്ക് വേണ്ടി നിന്ന കുറച്ചുപേരുടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു കിട്ടും. ദേവിക, മാഡം പറയുന്നത് ശരിയായ കാര്യമായിട്ട് എനിക്കും തോന്നുന്നത്. പിന്നെ കുടുംബത്തിലൊരു അംഗമാണ് ഗിരീഷ്. ഒരു MLA എന്ന നിലയ്ക്ക് കുടുംബത്തിന് വേണ്ടി ഇടപെടണമെന്ന് വീട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതിപ്പോ കുടുംബത്തിലുള്ളവര് ആഗ്രഹിക്കുന്നത് നടക്കുകയും ചെയ്യും, ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള സമാധാനവും കിട്ടും. ദേവിക ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ല്, CIയെ കാണ്, ഗിരീഷിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേ. പക്ഷെ ആന്റി പറഞ്ഞില്ലേ, CI പറഞ്ഞത് KK നായർ പരാതി പിൻവലിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നാ. KK നായരെ കണ്ടപ്പോ അയാൾക്ക് ഭീഷണിയുടെ ശബ്ദവും. പരാതി പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ലെന്നാ KK നായർ പറയുന്നേ. കണ്ടോ, നിന്റെ ഒരു പെർമിഷൻ കിട്ടാൻ അയാൾ കാല് പിടിച്ചു. കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ തനി നിറം കാണിച്ചു. ദേവിക, നീ അതൊന്നും നോക്കണ്ട. ഒരു MLA എന്ന നിലയ്ക്ക് നിനക്ക് പറ്റുന്നൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മന്ത്രി രാധാകൃഷ്ണനോട് ഒന്ന് ഇടപെടാൻ പറ. അതെ ദേവിക, അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് നല്ലതാ. ശരി, മന്ത്രിയെ കാണാം. എന്നാ പിന്നെ ഒട്ടും വൈകണ്ട, നിങ്ങൾ ചെല്ല്. ശരി, പോ. എന്തിനാണ് അടിക്കുന്നേ?
അയാളെ വിട്. അടിക്കില്ല സാറേ. അയാളല്ല, ഞാനാ ചെയ്തത്. അപ്പൊ നീയാ ചെയ്തതല്ലേ? ഇങ്ങോട്ട് വേണം സാറേ അടിക്കില്ല സാറേ. മാഷിനൊന്നും ചെയ്യില്ല സാറേ. പ്ലീസ് സാറേ. വേണ്ട സാറേ. മാഷിനെ അടിക്കില്ല സാറേ. സാറേ പ്ലീസ് സാറേ പ്ലീസ് മാഷിനൊന്നും ചെയ്യില്ല സാറേ. പ്ലീസ് സാറേ. അയ്യോ അടിക്കില്ല സാറേ. സാറേ പ്ലീസ് സാറേ. അയ്യോ അടിക്കില്ല സാറേ. അയ്യോ